ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഓക്സിജൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകണമെന്ന് ചെയ്യില്ല, നമ്മളെ ക്രിസ്മസിന് ഒരു ഏകദേശം 2 ആഴ്ചത്തോളം ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്രിസ്മസിനെ സംബന്ധിച്ച് നമ്മൾ ഒരു ചെറിയൊരു സാധനം ഉണ്ടാക്കണം. എന്ന് വെച്ചാൽ നമ്മളെ അക്കൂറത്തിലൊക്കെ ഇടുന്ന ചെടിയിൽ ഒരു പച്ചച്ചെടി, അങ്ങനെ കുറേ ചെടികളുണ്ട്. അതിൽ നമ്മൾ പച്ചച്ചെടി എടുത്ത് അതുകൊണ്ട് ക്രിസ്മസ് ട്രീ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരു സംഭവമാണ്. നിങ്ങൾക്ക് എന്തായാലും തമ്മിലാണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്കിത് നിർമ്മിക്കാനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു പാത്രം, ഏകദേശം ഈ ഒരാളാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ അക്വാറിയത്തിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാസ്റ്റിക് ചെടിയാണ്. അപ്പോൾ നമ്മൾ പച്ച കളറാണ് നമുക്ക് ആവശ്യം, കാരണം ക്രിസ്മസ് ട്രീയുടെ രൂപത്തിലാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള ചെറിയ പാക്കറ്റ് സിൽക്ക്, ഇതിന് ഏകദേശം ഒരു 10 രൂപ മാത്രം വില വരുന്നുള്ളൂ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു റബ്ബർ ബാൻഡും പിന്നെ ഇതുപോലുള്ള ഒരു ടാഗും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ ചെടിയുടെ ഓരോ ഇലകളായിട്ട് നമ്മൾ ഊരെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഏറ്റവും അടിവശം ലോക്ക് ചെയ്ത് വെക്കണ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമ്മൾ 3 ഇലയുടെയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ച റബ്ബർ ബാൻഡ് ഇതുപോലെ 3 ലീഫും ഇങ്ങനെ ഒരുമിച്ച് പിടിക്കുക. ഏറ്റവും ടോപ്പിലെ ഭാഗത്തായിട്ട് വീഡിയോ കാണുന്ന പോലെ തന്നെ റബ്ബർ ബാൻഡ് ടൈറ്റാക്കി നമ്മളെ ഒരു ക്രിസ്മസ് ട്രീയുടെ രൂപത്തിൽ ആക്കിയെടുക്കാനായിട്ടാണ് നമ്മൾ ഇത് ചെയ്യണം. മുകളിൽ ടൈറ്റാക്കി വെക്കണം. അപ്പോൾ നമുക്കത് വീഡിയോ കാണുന്ന പോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ റബ്ബർ ബാൻഡ് ഇട്ട് സംഭവം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എടുത്ത് വെച്ച പാത്രം എടുക്കുക, അതിന് മൂടി ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ പാത്രം നിറയണ രീതിയിലുള്ള ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് വെക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ മൂടി എടുത്തതിന് ശേഷം നമ്മൾ ഹോട്ട് ഗ്ലൂ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. അഥവാ നിങ്ങളതിൽ ഹോട്ട് ഗ്ലൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ഫെവിക്കോൾ ആയാലും മതി, കറക്റ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഹോട്ട് ഗ്ലൂ റൗണ്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത് വെച്ച ചെടി വീഡിയോ കാണുന്ന പോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റായിട്ട് അത് ഇരുന്നോളും. അപ്പോൾ ഇനിയെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ച സിൽക്ക് കട്ട് ചെയ്യുക. സിൽക്ക് കട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു ചെറിയ സ്പൂണിൽ എടുത്തിട്ട് ആ വെള്ളത്തിലേക്ക് ഇടാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കാരണം വെച്ചാൽ കട്ട പിടിച്ചിരിക്കാൻ പാടില്ല സിൽക്ക്, അങ്ങനെയാണ് ഒട്ടും ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സിൽക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ മൂടി എടുത്തിട്ട് വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ ഇറക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ച ടാഗ് വീഡിയോ കാണുന്ന പോലെ കെട്ടാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളെ ഇഷ്ടത്തിൽ നിങ്ങളെ മോഡലിൽ കെട്ടാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യുന്ന ഒരു കുഴപ്പമില്ല. പിന്നെ എന്താ പറയുക, വീഡിയോനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായം നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വെറുതെ കാലിയായി കിടക്കണം കമൻറ്റ് ബോക്സിൽ. അപ്പോൾ എന്തെങ്കിലും പോയി വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അതിനോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ അതിനുള്ള റിപ്ലൈ എന്തായാലും തരുന്നതായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇനിയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കാം. അപ്പോൾ എന്താ പറയുക, ഇതിൽ നല്ല വീഡിയോ നമുക്ക് വീണ്ടും വരാം. ഇറ്റ്സ് മീ മുഹമ്മദ് ജസീൽ സൈനിങ് ഔട്ട്.